എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വേപ്പില കൊണ്ട് അച്ചാറുണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത്രയും പുളി, വാളൻ പുളിയാണ്. അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കും. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് മീതെ വെള്ളം നിൽക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കുക. അതിനകത്ത് വല്ല കുരുവും നാരുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനുള്ളത് അതിന് ഇതായിരിക്കണമൊന്നുമില്ല. ഞാൻ ഒരു കടായി വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ എണ്ണയിലാണ് ഇട്ടത് ഉണ്ടാക്കണം. ഉലുവ, ഒന്നേകാൽ സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പാണ് കേട്ടോ. ഇത്രയും കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. ഒരു കുഞ്ഞി കഷ്ണം പട്ട, ഇതിനകത്തേക്ക് ഇത് ഇത്രയും വെളുത്തുള്ളി ഉണ്ടോ ഇട്ട് കൊടുക്കാണ്. ഇത്രയും ജീരകം, ഒരു 1/4 ടീസ്പൂണുള്ളൂ. നല്ല ജീരകമാണ് കേട്ടോ. ഉണക്കമുളക്, സാധാ ഉണക്കമുളകാണ്. ഒരു 5-6 ഉണക്കമുളക്. എല്ലാം കൂടി ഒന്ന് മൂക്കട്ടെ, മുരിഞ്ഞ് വരട്ടെ. എല്ലാം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഈ വേപ്പിൻ്റെ ഇല, ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ വേപ്പിലയുണ്ട്. വേപ്പിലയാണ് കേട്ടോ. വേപ്പില ഇട്ട് കൊടുക്കാം. ഇത്രയും ഞാൻ കഴുകി ഫാനിൻ്റെ അടിയിൽ വെച്ച് വെള്ളം വലിച്ചെടുത്തേക്കുന്നതാണ്. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ കൂടുതലും നല്ലതായിരിക്കും. പെട്ടെന്ന് അരഞ്ഞു കിട്ടാനും പൊടിഞ്ഞു കിട്ടാനും നല്ലതാണ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ച് വെള്ളം വലിച്ചെടുത്തേക്കുന്നതാണ്. എല്ലാം ഒരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 2 ടീസ്പൂണാണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള പൊടികളൊക്കെ ഞാൻ മിക്സ് ചെയ്യുന്നതാണ് ഇടുന്നത്. മല്ലിപ്പൊടിയുടെ പച്ചച്ചവ മാറിക്കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇത് ആയിട്ടുണ്ട്. ഇനി ഇതെവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ. ഞാൻ വറുത്തെടുത്തേക്കുന്ന വേപ്പിലയും എല്ലാ മിക്സുകളും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പുളി വെള്ളം ഒഴിച്ച് വെച്ചേക്കണം. അതിനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ഒന്ന് അരച്ചെടുക്കട്ടെ. അതേ കടായി തന്നെ വെച്ച് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു, ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു, എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യം ഇത്രയും ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ഒരു തക്കാളി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇട്ടാൽ നല്ലതായിരിക്കും. ഇട്ട് കൊടുക്കാൻ വേണ്ടി തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. ഇതിനകത്തേക്ക് കുറച്ച് ഇത്രയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരച്ച് വെച്ചേക്കണ മിക്സ് ഇതുപോലെയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തേക്കണത്. നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാണ്. എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അരച്ച് എടുത്തേക്കണത് എല്ലാം വേപ്പിലയും എല്ലാ സാധനങ്ങളും എണ്ണയിൽ വറുത്തേക്കണതാണ്. അതുകൊണ്ട് അധികം വരിയേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ടു. ശർക്കര നീരാണ് കേട്ടോ. ഞാൻ 2 അച്ചുണ്ട് ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതാണ്. പൊടിയൊന്നും എൻ്റെ ശർക്കരയിൽ പൊടിയൊക്കെ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ പൊടിച്ച് ചേർത്താൽ മതി. ഇതിനകത്ത് കുറച്ച് ചൊറുക്കയുടെ ആവശ്യമുണ്ട് കേട്ടോ. പുളി ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കായപ്പൊടിയുടെ കുറവും കൂടി കൊണ്ട് കേട്ടോ. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കായം വേപ്പില കൊണ്ടുള്ള ചമ്മന്തി അച്ചാർ റെഡി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലും ബോളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി അച്ചാറാണ് കേട്ടോ. അടിപൊളി അച്ചാറെന്ന് വെച്ചാൽ ചമ്മന്തി അച്ചാർ പോലെ തന്നെ ഉണ്ടാക്കിയത്. വേപ്പില എല്ലാം കൂടി അരച്ചെടുത്തത് മാത്രം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.